ക്യൂട്ടീസ്, ഇന്ന് നമുക്കൊരു ക്യാക്ടസ് ഉണ്ടാക്കിയാലോ. അതിന് നമ്മൾ കുറച്ച് നല്ല കട്ടിയുള്ള പേപ്പർ എടുത്ത് അതിനിങ്ങനെ മടക്കി മടക്കി എടുക്കുക. പിന്നെ അതിന് നമ്മൾ ക്യാക്ടസിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് വെച്ച് വരച്ചെടുക്കുക. അപ്പോൾ വരച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മളിതിനെ കണ്ടിച്ചെടുക്കുകയാണ്. കണ്ടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 2-3 പീസൊക്കെ ക്യാക്ടസിന് ആവശ്യമുള്ള പീസസ് കിട്ടും കേട്ടോ. ഞാനൊരു വലിയതും ചെറുതുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഇച്ചിരി കട്ടിയുള്ളതായിരിക്കണം നമ്മൾ, എങ്കിലേ ഉള്ളൂ ക്യാക്ടസ് നേരെ നിൽക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ ക്യാക്ടസിൻ്റെ സൈഡിൽ ഇങ്ങനെ സിഗ്സാഗ് ഷേപ്പിൽ കട്ടില്ല, അത് നമ്മൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച പേപ്പർ എടുക്കാമേ. ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ഗ്രീൻ കളർ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കളർ അടിച്ച ശേഷം 2 സൈഡും അടിച്ച ശേഷം സൈഡിൽ വെള്ള പാർട്ട് ഇച്ചിരി വിട്ടിട്ട് വേണം അടിക്കാൻ. കാരണം ക്യാക്ടസിൽ കാണത്തില്ല വെള്ള ഈ മുള്ളു പോലെ കാണത്തില്ല, അത് കാണാൻ വേണ്ടി. ഇനി നമ്മളത് ഉണങ്ങി നല്ലവണ്ണം കഴിയുമ്പം നടുക്കൊന്ന് മടക്കിയെടുക്കുക. വലിയതിൻ്റെ നടുക്ക് എടുത്ത ശേഷം പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് നടുക്ക് വെച്ച് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു ക്യാക്ടസിന് ഷേപ്പ് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ക്യാക്ടസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളൊരു കൊച്ചതും വലുതും 2 ഉണ്ടാക്കണമേ. എന്നിട്ട് നല്ലോണം ഉണങ്ങാൻ വെക്കണം. ഉണങ്ങുന്നതിന് മുമ്പ് എടുത്താൽ പെട്ടെന്ന് അതിങ്ങനെ ശരിയാകത്തില്ല. അപ്പം നമ്മൾ ആ മുള്ളിന് പച്ച പേപ്പറിലാണ് നിങ്ങൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ സൈഡിൽ വെള്ളം കൊണ്ട് ഇങ്ങനെ ഒരു മുള്ളിൻ്റെ ഒരു കളർ കൊടുക്കണം, എങ്കിലേ ഉള്ളൂ ഏകദേശം ഷേപ്പ്. ഏകദേശം നമ്മുടെ ഒരു കുഞ്ഞി ക്യാക്ടസ് റെഡി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞും വലുതും ഉണ്ടാക്കി വെക്കുവാണ്. 2 കൂടെ ഉണ്ടാക്കിയ ശേഷം ഇനി നമ്മൾ വെക്കാൻ വേണ്ടി ചെട്ടിയാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഒരു ഇഷ്ടം പോലെ മരുന്നിൻ്റെ കുപ്പിയിൽ അതിനെ ഒന്ന് കണ്ടിച്ചെടുത്ത ശേഷം അപ്പോൾ ആ കുപ്പി ഞാൻ വെളിയിലത്തെ ഈ പടമൊന്നും നമ്മൾ ആ നെയിം ഒന്നും വരച്ച് കഴിയാതെ തന്നെ അതിൻ്റെ മുകളിൽ എൻ്റെ ഇഷ്ടംപോലെ സ്ട്രോ ഇരിപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ സ്ട്രോ കൊണ്ട് ആദ്യം അതിനെ ഷേപ്പിലൊന്ന് ഒരു അസ്തെറ്റിക് ടൈപ്പിൽ നമ്മളൊരു ക്യൂട്ടായിട്ടോ അസ്തെറ്റിക്കോ എന്തെങ്കിലും ആയിട്ട് അങ്ങനെ ഒരു സാധനത്തിൽ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഏകദേശം നമ്മുടെ ചെടിച്ചട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മറിച്ച്, അതും ഗ്ലൂ കൊണ്ടാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി മറിച്ച് വെക്കുക. നമ്മുടെ ഇനി ക്യാക്ടസ് അകത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ ഇച്ചിരി മണ്ണ് വെച്ച് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേ വെച്ച് വെക്കാം. ഞാനൊരു പേപ്പറിൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ട് ഇതിനകത്ത് ഫിറ്റ് ആണ്. നമ്മുടെ ക്യാക്ടസ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കറാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഏതാണ് ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ കേട്ടോ. ബൈ ബൈ.